Oxford Academy. Tuition for SSLC 9th Standard and CBSE 10th Regular and Holiday Batches. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ പ്രൊജക്ട് ടൈഗർ എന്ന പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോ. സത്യജിത് റായ് എന്ന ഇന്ത്യൻ ഫിലിം മേക്കറുടെ സിനിമാ അനുഭവങ്ങളുടെ ചെറിയ ഒരു വിവരണമാണ് ഈ പാഠഭാഗം. ഒരു സിനിമാ സംവിധായകൻ, നിർമ്മാതാവ് എന്നതിൽ ഉപരി ഒരു മികച്ച എഴുത്തുകാരനും കൂടിയായിരുന്നു സത്യജിത് റായ്. സുപ്രസിദ്ധമായ അനവധി നോവലുകളും കഥകളും അദ്ദേഹത്തിൻ്റെതായി എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രൊജക്ട് ടൈഗർ എന്ന അനുഭവക്കുറിപ്പിലൂടെ ഒരു സിനിമയിൽ മൃഗങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നേരിടുന്ന പ്രയാസങ്ങളെയാണ് സത്യജിത് റായ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് നീങ്ങാം. No one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങളെ ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്നതിൽ ഹോളിവുഡിനെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രിയാണ് ഹോളിവുഡ്. ഹോളിവുഡ് എന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ പേരാണ്. എന്നാൽ ഹോളിവുഡ് എന്ന ഒരു ഫിലിം നിർമ്മാണ കമ്പനി രൂപീകരിക്കപ്പെട്ടതോടെയാണ് ഈ പ്രദേശം പ്രശസ്തമായത്. ഇന്ന് ലോകത്തുള്ള എല്ലാ സിനിമ, നാടക അഭിനേതാക്കളുടെയും ഒരു സ്വപ്നമാണ് ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി അഭിനയിക്കുക എന്നത്. അവതാർ, ടെർമിനേറ്റർ, ജോക്കർ, അവഞ്ചേഴ്സ്, സ്പൈഡർമാൻ, ടൈറ്റാനിക്, ജുറാസിക് പാർക്ക്, ദ മാട്രിക്സ് എന്നിങ്ങനെ അനവധി പ്രസിദ്ധമായ ഹോളിവുഡ് സിനിമകൾ കൂട്ടുകാർ പോലും കണ്ടിട്ടുണ്ടാകാം. ലോക സിനിമാ സംവിധായകർക്ക് ഒരു പടിപ്പുര തന്നെയാണ് ഹോളിവുഡ്. മൃഗങ്ങളെ ഉപയോഗിച്ചായാലും മറ്റ് ഏതൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായാലും അത് വളരെ പെർഫെക്റ്റായി ചെയ്യാൻ ഹോളിവുഡിനെ കഴിഞ്ഞേ മറ്റൊരു സിനിമാ ലോകമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സത്യജിത് റായ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. നമുക്ക് കഥ തുടർന്ന് വായിക്കാം. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുള്ള സിനിമകൾ ഓർക്കുന്നു. And there were quite a few of them that had an Alsatian called Rin Tin Tin. റിൻ ടിൻ ടിൻ എന്നു പേരുള്ള ഒരു അൽസേഷ്യൻ നായ അഭിനയിച്ച ചില സിനിമകൾ ഞാൻ ഓർക്കുന്നു. ദിസ് ഡോഗ്സ് ആക്ടിംഗ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ മതിപ്പുളവാക്കുന്നതായിരുന്നു ഈ നായയുടെ അഭിനയം. Later we got to see 3 or 4 other films with a collie called Lassie. അതുപോലെ തന്നെ ലാസി എന്ന് വിളിപ്പേരുള്ള കോളി എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു നായയുടെ 3-4 സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. It seemed that the director could make Lassie do just about anything. ലാസിയുടെ അഭിനയം കാണുന്ന സമയത്ത് ഡയറക്ടർക്ക് ലാസിയെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ കഴിയും എന്ന് തോന്നുമായിരുന്നു. These trained dogs were famous stars in their own rights. And the money they earned was not less than what a real film stars got. ഇത്തരം പരിശീലനം നേടിയ നായകൾ അവരുടേതായ മേഖലകളിൽ അറിയപ്പെടുന്ന നായകന്മാർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ സിനിമാ താരത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിൽ ഒട്ടും കുറവായിരുന്നില്ല ഇത്തരം നായകൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും. Their owners could easily make as much as 100,000 rupees from just one film. ഒരു സിനിമയ്ക്ക് തന്നെ ഈ നായകളുടെ ഉടമസ്ഥർക്ക് 100,000 രൂപ വരെ ശമ്പളം ലഭിക്കുമായിരുന്നു. 100,000 എന്നാൽ 1,00,000 രൂപ എന്നാണ് അർത്ഥം വരുന്നത്. ഇത് 100 വർഷത്തോളം മുമ്പുള്ള കാര്യമാണെന്ന് കൂടി കൂട്ടുകാർ മറക്കരുത്. അന്നത്തെ കാലത്ത് 1,00,000 രൂപ വരെ വരുമാനം എന്ന് പറഞ്ഞാൽ ഇന്ന് അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് കൂട്ടുകാരൊന്ന് ഓർത്തു നോക്കൂ. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. 20 വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിംഗ് കാണാൻ അവസരം ലഭിച്ച സമയത്താണ് എത്ര ബഹുമാനപൂർവമാണ് ഈ മൃഗങ്ങളായ അഭിനേതാക്കളോട് മറ്റുള്ളവർ പെരുമാറുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. റിയലൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം ബോധ്യപ്പെടുക എന്നാണ്. റെവറൻലി എന്നാൽ ബഹുമാനത്തോടെ, ഭക്തിപൂർവം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം വലിയ ഒരു നായയായിരുന്നു.
I reached the studio to find that the shooting had not yet started. ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയ സമയത്ത് ഷൂട്ടിംഗ് ഇനിയും ആരംഭിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. The cameraman was getting the lights ready. ക്യാമറമാൻ ലൈറ്റ് ശരിയാക്കുന്ന തിരക്കിലായിരുന്നു. It is customary for actors to be present when the lights are arranged. ലൈറ്റുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ അഭിനേതാക്കളും ക്യാമറയ്ക്ക് മുന്നിൽ ഹാജരാകണം എന്നത് ഒരു പതിവായിരുന്നു. For they have to show the cameraman how they walk or where they will stand in a particular shot. എന്തെന്നാൽ ഓരോ ഷോട്ടിലും ഈ അഭിനേതാക്കൾ എവിടെയെല്ലാം നിൽക്കും, എവിടേക്കെല്ലാം നടക്കും എന്നെല്ലാം ക്യാമറാമാനു മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. In the case of very famous stars, this job is done by their stand-ins. വലിയ പോപ്പുലറായ നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി ചെയ്യാറുള്ളത് അവരുടെ ഡ്യൂപ്പുകളാണ്. സ്റ്റാൻഡിൻസ് എന്നാൽ ഡ്യൂപ്പുകൾ എന്നാണ് അർത്ഥം. എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹൂ ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. യഥാർത്ഥ നടൻ്റെ അതേ ശാരീരിക സാദൃശ്യമുള്ള ഒരു വ്യക്തിയെയാണ് സ്റ്റാൻഡിൻ അഥവാ ഡ്യൂപ്പ് എന്ന് പറയാറുള്ളത്. The stars themselves arrive only when the lights are ready and it is time to take a shot. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പൂർത്തിയായി ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് പ്രധാന താരങ്ങൾ അഭിനയിക്കാനായി എത്താറുള്ളത്. പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക. എന്നാൽ മറ്റ് സാധാരണ അഭിനേതാക്കളെല്ലാം തന്നെ ക്യാമറാമാൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരം റിഹേഴ്സൽ ഷൂട്ടിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. Here in Disney Studio, I noticed that a few actors were moving about in the set, and on one side standing quietly was the protagonist, the same large dog. ഇവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ ചില നടന്മാരെല്ലാം സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ പ്രധാന കഥാപാത്രമായ ആ വലിയ നായ മാത്രം വളരെ ശാന്തനായി ഒരു വശത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഇവിടെ പ്രൊട്ടാഗണിസ്റ്റ് എന്നാൽ കഥാനായകൻ, നായകൻ, കേന്ദ്ര കഥാപാത്രം എന്നൊക്കെയാണ് അർത്ഥം. ദ ക്യാമറമാൻ ഷൗട്ടഡ് ടു എവ്രിവൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ്. ക്യാമറമാൻ എല്ലാവരോടും അവരുടെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിൽക്കാൻ വേണ്ടി ഉച്ചത്തിൽ പറയുന്നുണ്ട്. ബട്ട് ദ ഡോഗ് റിമൈൻഡ് വേർ ഇറ്റ് വാസ്. എന്നാൽ നായ മാത്രം അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുന്നു. ദിസ് പസിൽഡ് മീ. ഇത് എന്നെ അത്ഭുതപ്പെടുത്തി. Could it be that it was not required in the next shot? അടുത്ത ഷോട്ടിൽ ഈ നായയുടെ ആവശ്യം ഇല്ലേ? സത്യജിത് റായ്ക്ക് ഇങ്ങനെയൊരു സംശയമാണ് തോന്നിയത്. ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ. ഞാൻ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പേ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. ഫ്രം നൗവർ അപ്പിയർഡ് എ ലിറ്റിൽ ഡാഫ്. എവിടെ നിന്നോ ഒരു കുള്ളനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. followed by another man carrying a hairy dog skin. അയാൾക്ക് പിറകിലായി മറ്റൊരു മനുഷ്യനും ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ കയ്യിൽ രോമങ്ങളോട് കൂടിയ ഒരു നായയുടെ സ്കിന്നും ഉണ്ടായിരുന്നു. Then to my perfect amazement the dove went down on all the fours on a chalk mark on the floor just like an animal. പിന്നീട് എന്നെ തീർത്തും അതിശയിപ്പിച്ചുകൊണ്ട് ആ കുള്ളനായ മനുഷ്യൻ തറയിൽ ചോക്കുകൊണ്ട് മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ ഒരു മൃഗത്തെപ്പോലെ കൈയും കാലും കുത്തിനിന്നു. ഇവിടെ വെന്റ് ഡൗൺ ഓൺ ഓൾ ദ ഫോർസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 4 കാലും കുത്തി നിൽക്കുക, അതായത് 2 കൈകളും 2 കാൽമുട്ടുകളും നിലത്തമർത്തി ഒരു മൃഗത്തെപ്പോലെ നിൽക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രാപ്ഡ് ഓവർ ഹിം. തുടർന്ന് ആ നായയുടെ തോൽ അയാളുടെ മേൽ പൊതിയപ്പെട്ടു. ഇവിടെ ഡ്രാപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം പൊതിയുക, കവർ ചെയ്യുക എന്നൊക്കെയാണ്. Then he crawled from one mark to another. The cameraman got busy with the lights. പിന്നീട് അയാൾ ഒരു നായ പോലെ ഒരു മാർക്കിൽ നിന്നും മറ്റൊരു മാർക്കിലേക്ക് ഇഴയാൻ തുടങ്ങി. ക്യാമറാമാൻ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു. It finally dawned upon me that this dove was paid to be the dog's stand-in. അവസാനമാണ് എനിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടത്. അതായത് നമ്മുടെ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ നായയുടെ ഡ്യൂപ്പാണ് ഈ കുള്ളനായ മനുഷ്യൻ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സിനിമയിലെ മനുഷ്യ കഥാപാത്രങ്ങളെക്കാളും പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര കഥാപാത്രമായ ആ നായയ്ക്കാണ്.
മറ്റ് മനുഷ്യ കഥാപാത്രങ്ങൾക്കൊന്നും ഡ്യൂപ്പിനെ നൽകാതിരിക്കുന്ന സമയത്ത് ഈ നായയ്ക്ക് ഒരു മനുഷ്യനെ തന്നെ ഡ്യൂപ്പായി നൽകുന്നു. അഭിനേതാക്കളായ മൃഗങ്ങൾക്ക് ഹോളിവുഡ് സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് ബോധ്യമായല്ലോ. എവ്രി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിംസ് ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡ് സിനിമകളിലെ എല്ലാ മൃഗങ്ങളും വളരെ പരിശീലനം ലഭിച്ചവയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു കുതിരയെയോ അതല്ലെങ്കിൽ ഒരു നായയെയോ പരിശീലിപ്പിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? എന്നാൽ പരിശീലനം ലഭിച്ച റാവൻസിനെ കുറിച്ച് നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കാക്കയുടെ വർഗത്തിൽപ്പെട്ട ഒരു വലിയ ഇനം പക്ഷിയാണ് റാവൻസ്. ഏഷ്യയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള അനവധി രാജ്യങ്ങളിലും അമേരിക്കൻ വൻകരയിലെ വിവിധ രാജ്യങ്ങളിലും ഇത്തരം റാവനുകൾ സാധാരണയായി കണ്ടുവരുന്നുണ്ട്. നോട്ട് ജസ്റ്റ് 1 or 2, ഒന്നും രണ്ടുമല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം, 100 കണക്കിനെണ്ണം. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇതുപോലും ഹോളിവുഡിൽ സാധ്യമായിട്ടുണ്ട്. When the creator of some of the best suspense films in the history of cinema, Alfred Hitchcock decided to make a film called Birds. സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സസ്പെൻസ് ഫിലിമുകൾ നിർമ്മിച്ച ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന സംവിധായകന്റെ ബേർഡ്സ് എന്ന് നാമകരണം ചെയ്ത സിനിമയിലാണ് ഇത് സാധ്യമായത്. ഇൻ ദ സ്റ്റോറി, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ഈ കഥയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പക്ഷികൾ മനുഷ്യനെ ആക്രമിക്കുന്നു. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. ഹിച്ച്കോക്കിന് പലതരത്തിലുള്ള പക്ഷികളെ വേണമായിരുന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. എന്നാൽ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് റേവൻസ് എന്ന പക്ഷികളെയാണ്. നോട്ടീസസ് were placed in the press all over the United States asking people to contact the filmmaker if they knew how to get hold of trained ravens. പരിശീലനം ലഭിച്ച റേവൻസ് കയ്യിലുള്ളവർ ഫിലിം മേക്കറെ കോണ്ടാക്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എല്ലാ പത്രങ്ങളിലും അച്ചടിച്ചു. Someone replied within a few days. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരോ മറുപടി നൽകി. He was asked to bring his birds. അദ്ദേഹത്തോട് പക്ഷികളുമായി വരാൻ ആവശ്യപ്പെട്ടു. And he arrived with almost 100 trained ravens. 100 കണക്കിന് പരിശീലനം ലഭിച്ച റേവനുകളുമായി അയാൾ എത്തിച്ചേർന്നു. Admittedly, their training had not gone very bad. അവയുടെ പരിശീലനം അത്ര മോശകരമായിരുന്നില്ലെന്ന് പറയാതെ വയ്യ. That is to say, they couldn't do anything that might be seen as extraordinary. അസാധാരണമായി കാണുന്ന എന്തും തന്നെ അവർ ചെയ്യാൻ കഴിയുമായിരുന്നു. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? 50-ലേറെ വരുന്ന റേവൻ പക്ഷികളോട് വളരെ ശാന്തമായി വരിവരിയായി ഒരിടത്ത് വന്നിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവ ഈ ഉത്തരവിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നു. ഇത് എത്ര രസകരമായിരിക്കും. ഇവിടെ പേർച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം പക്ഷികൾ ഒരിടത്ത് കൂട്ടം കൂട്ടമായി ഇരിക്കുക അതല്ലെങ്കിൽ ചേക്കേറുക എന്നൊക്കെയാണ്. Needless to say, in our own country, it is not at all easy to find trained animals. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. കടുവകളെയും കുതിരകളെയും ആനകളെയും ഉൾപ്പെടുത്തിയുള്ള ചില സിനിമകൾ ബോംബെയിലും മദ്രാസിലും വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പരിശീലനം ലഭിച്ച മൃഗങ്ങളെ നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുക എന്നത് അല്പം പ്രയാസകരമായ കാര്യമാണെന്ന് പറയാതെ വയ്യ. Their performance did suggest that they were used to obeying commands. അവയുടെ പെർഫോമൻസ് പലപ്പോഴും ഒരു കമാൻഡ് അനുസരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. ബംഗാളിൽ പലപ്പോഴും ബുദ്ധിയുള്ള നായ്ക്കളെ കണ്ടെത്താൻ സാധ്യമായിരുന്നു. പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. പ്രത്യേകിച്ചും പോലീസ് നായകൾ, അവയ്ക്ക് അല്പം ബുദ്ധിശക്തിയുണ്ടായിരുന്നു. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇംപോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് out of them as we managed to do with Bolo in Pather Panchali. വളരെ ക്ഷമയോടെ തയ്യാറെടുക്കുകയാണെങ്കിൽ അവയിൽ നിന്നും വളരെ മികച്ച അഭിനയം തന്നെ പുറത്തെടുക്കാൻ കഴിയുന്നതാണ്. ഫത്തേർ പഞ്ചാലി എന്ന സിനിമയിലെ ഭൂലോ എന്ന നായയിലൂടെ ഞങ്ങളത് തെളിയിച്ചതാണ്.
നാഷണൽ അവാർഡ് അടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ സത്യജിത് റായിയുടെ ഒരു മനോഹരമായ സിനിമയാണ് പത്തേർ പാഞ്ചാലി. Yet a dog might be difficult, not impossible to handle. ഒരു നായ തന്നെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ what was one supposed to do if there was need for a tiger in a film? ഒരു കടുവയെ സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാനാകും? We had to deal with this problem too. ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നവും കൈകാര്യം ചെയ്യേണ്ടി വന്നു. When we were shooting Goopy Gyne Bagha Byne, Goopy Gyne Bagha Byne എന്ന സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് In the film, Goopy, who is banished by the king, wanders in the forest, meets Bhaga, who is also been banished. ഈ സിനിമയിൽ രാജാവിനാൽ നാട് കടത്തപ്പെടുന്ന ഗൂബി എന്ന ഒരു യുവാവ് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ബഗ എന്ന മറ്റൊരു യുവാവിനെ കണ്ടുമുട്ടുന്നു. ഗൂബിയെ പോലെ തന്നെ നാട് കടത്തപ്പെട്ടവനായിരുന്നു ബഗയും. നാട് കടത്തുക എന്നാണ് ബാനിഷ് എന്ന പദത്തിന്റെ അർത്ഥം. They see a tiger and freeze. ഇതേ സമയം ഇരുവരും ഒരു കടുവയെ കാണാനിടയാകുകയും ആകെ ഭയചകിതരാകുകയും ചെയ്യുന്നു. But the tiger simply walks about in the forest without paying them the slight attention. എന്നാൽ കടുവയാകട്ടെ ഇവരെ ഗൗനിക്കാതെ നേരെ കാട്ടിനുള്ളിലേക്ക് നടന്നു നീങ്ങുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സീനാണിത്. എന്നാൽ ഈ ചെറിയൊരു സീനിന്റെ ചിത്രീകരണത്തിന് വേണ്ടി സത്യജിത് റായിയും അദ്ദേഹത്തിന്റെ സഹായികളും എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? 1969കളിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതെന്നുകൂടി കൂട്ടുകാർ ഓർക്കണം. ഇന്ന് ആനിമേഷൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പുരോഗമിച്ചിരിക്കുന്ന സമയത്ത് മൃഗങ്ങളെ ഉപയോഗിച്ച് ഒരു സിനിമ തയ്യാറാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ഇന്ത്യൻ സിനിമ കാര്യമായ പുരോഗതിയിലൊന്നും എത്തിയിട്ടില്ലാത്ത അന്നത്തെ കാലത്ത് യഥാർത്ഥ കടുവയെ ഉപയോഗിച്ച് എങ്ങനെയാണ് സത്യജിത് റായ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ചാപ്റ്ററിന് അല്പം ദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ 2 പാർട്ടുകളായാണ് ഇത് പൂർത്തിയാക്കുന്നത്. ഇതിൻ്റെ 2ാം ഭാഗം ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കൂട്ടുകാർ മറക്കാതെ കാണുമല്ലോ. വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.